പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആസ്വദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഉടങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാർ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരവ് ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം, അപ്പോൾ പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷേ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. അഭിപ്രായം നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ല, അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണ വരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്, അല്ലേ? ആ ഉടമ്പടി ദൈവദർശന് രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരൻ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ല കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പോൾ നിങ്ങളവർക്ക് ആക്ഷേപം ഉന്നയിച്ച ഉടമ്പടി എടുത്താലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരനേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കൂടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്തെ ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, സ്തോത്രം. എൻ്റെ പേര് സൂസൻ എന്നാണ്. ഞാൻ നാരങ്ങാനം മലങ്കര കത്തോലിക്ക പള്ളിയിലാണെന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോന് ഇപ്പം 35 വയസ്സായി. 9 വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ മോന് കല്യാണം ആലോചിക്കുന്നു. ഒന്നും നടക്കുന്നില്ല. പല ആലോചനകൾ വന്നു. 10-30 കല്യാണാലോചന വന്നു. വീട്ടിൽ വന്നു, അവർ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. ആ വാക്ക് പറയുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ ചിലപ്പോൾ വിളിച്ച് പറയുന്നു ഞങ്ങൾക്ക് ഈ വിവാഹം വേണ്ട എന്ന്. വളരെ ഭാരത്തോടെ, ഒരു മാതാവെന്ന നിലയിൽ വളരെ ഭാരത്തോടെ ഞാൻ
ഈ വിഷയം ദൈവസന്നിധി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദുബായ് വെച്ച് എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ഫ്രണ്ട്സ് എന്നോട് യൂട്യൂബിൽ ഞാൻ ഇട്ട് തന്നിട്ട് എന്നെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോമേ ഈ പ്രാർത്ഥന ഈ യൂട്യൂബ് എന്നും കാണണം, യോസപ്പച്ചൻ്റെ പ്രാർത്ഥന എന്നും കാണണമെന്നും പറഞ്ഞ് എനിക്ക് 2-3 പ്രാവശ്യം ഇട്ട് തന്നു. പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ഞാൻ ഇവിടോട്ട് വരാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലം പോലും അറിയത്തില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ വണ്ടി കയറി ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു വന്നു. പക്ഷേ എനിക്കൊന്നും അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടമ്പടി എടുക്കുന്നതൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെ മുന്നേ വന്നതെന്നറിയത്തില്ല. ഞാൻ ഓടി ഞാൻ ആ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ രൂപം കണ്ടു. അവിടെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഉള്ളിലെന്തോ സംഭവം നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിലേക്ക് ഓടിക്കയറുകയാണ്. സ്റ്റേജിൻ്റെ മുന്നിൽ മാതാവ് നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാൻ മാതാവിൻ്റെ അടുത്ത് കടന്നു വന്ന് എനിക്കറിയില്ല എന്തോ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. മാതാവിനെ ഞാൻ കെട്ടി അങ്ങ് പിടിച്ചു. 1.5 മണിക്കൂർ ഞാൻ ഇട്ടിരുന്ന സാരി മുഴുവനും കണ്ണുനീരിലായി. പലരെന്നെ വിളിച്ചു, മോളെ മാതാവ് കാണുന്നുണ്ട്, മതി കരഞ്ഞെന്നാൽ 1.5 മണിക്കൂർ വരെ ഞാൻ എൻ്റെ അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഇരുന്നു. ഈ മുന്നിലാണ് ഞാൻ വന്നിരുന്നത്. എന്നാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി. ഹൃദയത്തിൻ്റെ ഭയങ്കര ഭാരം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് മോൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ വീട്ടിൽ വെച്ചു. ഞാൻ തന്നെ ഇരുന്ന് ഉപവസിച്ചു. മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അമ്മ എൻ്റെ കുഞ്ഞിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. ഒരു മാതാവിൻ്റെ ദുഃഖം എന്താണെന്ന് അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, മക്കളെക്കുറിച്ചുള്ള ദുഃഖം എന്താണെന്ന്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുത്തു. 3-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കഞ്ഞി ഇടാൻ വേണ്ടി ഓടിച്ചെന്ന് അടുപ്പ് കത്തിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അടുപ്പിൻ്റെ ഭാഗത്തൊരു പേപ്പർ കിടക്കുന്നു. ചുരുട്ടി ഇട്ടിരിക്കുകയാണ്. 4-5 ദിവസമായി ഹസ്ബൻഡ് മീൻ മേടിച്ച പേപ്പർ ഇട്ടിരിക്കുകയാണ്. ഞാൻ അതെടുത്ത് തീ കത്തിക്കാൻ വേണ്ടി നോക്കിയിട്ട് ആദ്യം കത്തി പെട്ടെന്ന് കെട്ടുപോകുന്നു, പിന്നെയും കത്തി പിന്നെയും കെട്ടുപോകുന്നു. 6 പ്രാവശ്യം ഞാൻ ആ പേപ്പർ എടുത്ത് കത്തിച്ച് 6 പ്രാവശ്യം ആ പേപ്പർ കെട്ടുപോകുന്നുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട പേപ്പർ പിന്നെ നിവർത്തു. ഇതെന്താ കത്താത്തത്, നനഞ്ഞിരിക്കുവാണോ കത്താത്തതെന്ന് നിവർത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്നു, വധുവിനെ ആവശ്യമുണ്ട്, വരനെ ആവശ്യമുണ്ട്. ഞാൻ പേപ്പർ കൊണ്ട് ഓടി തിണ്ണയെ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്പറിൽ വിളിച്ചപ്പോൾ തിരുവല്ലയിലുള്ള ഒരു ഫാമിലിയിലാണ്. മോള് BSc നേഴ്സാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥകളെല്ലാം ഞാൻ പറഞ്ഞു. എൻ്റെ അപ്പനോട് എങ്ങനെയാണ് എൻ്റെ അവസ്ഥകൾ പറയുന്നത്? എനിക്ക് അമ്മയില്ല, അപ്പനില്ല. അപ്പോൾ ഒരപ്പനോട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്? ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ആ രാത്രി തന്നെ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. പിറ്റേ ദിവസം അവർ പറഞ്ഞു, നിങ്ങൾ വന്ന് ഞങ്ങളെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. പിറ്റേ ദിവസം തന്നെ അവർ 2-3 പേര് ഞങ്ങളങ്ങ് വന്നു. നിസ്സാരം എന്തോ പറയുക, വ്യാഴാഴ്ച കല്യാണവും ശനിയാഴ്ച വ്യാഴാഴ്ച കല്യാണം ഉറച്ചു, ശനിയാഴ്ച കല്യാണവും. അതിശയകരമായിട്ട് എൻ്റെ മാതാവ് ആ കല്യാണത്തിൻ്റെ എല്ലാം ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് പറയാനുണ്ട്. ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അനേക ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ സന്തോഷവതിയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെയാണ് എനിക്ക് ദൈവം തന്നത്. മോന് ഞാൻ ദുബായിക്ക് കയറിപ്പോയി. മോളിവിടെ MOH ടെസ്റ്റ് എഴുതുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മോക്ക് ഇതുപോലെ പല ഡോക്ടേഴ്സ് തള്ളിക്കളഞ്ഞതാണ്. മോക്ക് കഴുത്തിൻ്റെ അവിടെ 4 ഞരമ്പിനകത്ത് 2 എല്ല് തിങ്ങിക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടു. അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഈ തൈലം വെളിച്ചെണ്ണ ഇവിടുന്ന് മേടിച്ചു കൊണ്ടുവന്ന് എന്നും രാത്രിയിലെ വിശ്വാസ പ്രമാണോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാൻ കുഞ്ഞിൻ്റെ ഈ കഴുത്തിൻ്റെ അവിടെ തേക്കും. ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നാളെയാട്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ 18-ാം തീയതി പിന്നെ ഓപ്പറേഷന് നിശ്ചയിച്ചിരിക്കുകയാണ്. വൈക്കം ഇന്ത്യൻ അമേരിക്കൻ ഹോസ്പിറ്റലാണ്. എന്നാലും ഞാനൊന്ന് വിശ്വസിക്കുന്നു, കർത്താവ് ഡോക്ടർമാരുടെ കത്തി എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തൊടുവാൻ അനുവദിക്കത്തില്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിക്കും. ഇത്രത്തോളം വലിയ അത്ഭുതം പ്രവർത്തിച്ച മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതുകൂടാതെ കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. അനേക രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള കാര്യം എനിക്ക് കർത്താവ് കൃപ തന്നു. അനേക രോഗികൾക്ക് വേണ്ടി
പിന്നെ അവരുടെ ഇല്ലായ്മയിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവർ വേദനിക്കുന്ന അവസ്ഥയിൽ അവരുടെ കണ്ണുനീര് പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എനിക്ക് സഹായിച്ചു. മാതാവ് എന്നെ ഇത്രത്തോളം എന്നെ സഹായിച്ചു. അടുത്ത മാസം ഞാൻ കടന്നു പോവുകയാണ്. ദൈവഹിതമെങ്കിൽ പോകുന്ന സമയം വരെയും എൻ്റെ അമ്മ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവളായി അന്ത്യം വരെ ജീവിപ്പാൻ എന്നെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. അമ്മേ മാതാവേ നന്ദി, കൊടാകോടി നന്ദി. നന്ദിയോട് സ്തോത്രം. മരിയൻ ഉടമ്പടി പ്രാർത്ഥന സമയച്ചുരുക്കം വരുത്തുന്ന പ്രാർത്ഥനയാണ്. 9 വർഷമായിട്ട് 30ഓളം പ്രാവശ്യം പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു. ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4-ാമത്തെ ദിവസം ഒരു ആലോചന എത്തുകയും 6-ാമത്തെ ദിവസം തന്നെ ഉടമ്പടി എടുത്ത് 6-ാമത്തെ ദിവസം വിവാഹം നടന്നു. ഇതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. സമയച്ചുരുക്കം സംഭവിക്കുന്നു. മരുഭൂമിയിലേക്ക് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വെളിപാട് പുസ്തകത്തിൽ ചിറക് നൽകപ്പെടുന്നത് പോലെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഓരോരുത്തരും വാഗ്ദാന പേടകമായിട്ട് ചിറക് വെച്ച അനുഭവം, എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നു. ഇവിടെയും 9 വർഷമായിട്ട് തടസ്സമുണ്ടായിരുന്നത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 6-ാം ദിവസം തന്നെ വിവാഹം നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സൗഖ്യവും. നമുക്കും ഈ സാക്ഷ്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നിയോഗങ്ങളും ചേർത്ത് അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹസ്ബൻഡ് സിബി ഡേവിസ്. ഞങ്ങൾ വലപ്പാട് നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് 2 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടമ്പടി എടുത്തെങ്കിലും ദൈവത്തോടൊരു വിശ്വസ്തത കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടിയിൽ ആൾ 2 മാസത്തോളം ഇടയ്ക്കായിരുന്നു പള്ളിയിൽ പോയിരുന്നത്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 മാസത്തിന് ശേഷമാണ് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കാണാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. അതിനുശേഷം ഞങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയായിരുന്നു. എനിക്കും കൊച്ചിനും സ്ഥിരമായിട്ട് എപ്പോഴും ജലദോഷവും പനിയും എപ്പോഴും വരുമായിരുന്നു. ഇപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. പിന്നെ അടുത്ത ആഴ്ച പനിക്കും. അങ്ങനെയായിരുന്നു എനിക്കും കുട്ടിക്കും. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷവും ഇങ്ങനെ വന്നു. അപ്പോഴും ഞങ്ങൾ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്താ ഇത് ഇങ്ങനെ ഉടമ്പടിയിൽ കാര്യം വെച്ചിട്ടും നിയോഗം വെച്ചിട്ടും പിന്നെയും അസുഖങ്ങൾ വരുന്നു എന്ന്. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് മാതാവിനോടാണ് നിയോഗം വെച്ചേക്കണേ. അപ്പോൾ ഡോക്ടർക്ക് അതിനകത്തൊരു കാര്യമില്ല. അപ്പോൾ മാതാവ് തന്നെ അത് മാറ്റിത്തരണം. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു ഉടമ്പടി ഉപ്പ് നേർച്ച ദിവസമായിട്ടുള്ള ഉപ്പ് ഞങ്ങളെടുത്ത് ഒരു വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസം മാതാവേ ഇത് രാത്രി കിടക്കണ നേരത്ത് ഞാനും കൊച്ചും കഴിച്ചോളാം. ഒരു 10 ദിവസം കഴിച്ചു കഴിയുമ്പോൾ നീ ഞങ്ങൾക്കിത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിൻ്റെ പുത്രനേക്കാൾ വലിയ വൈദ്യനും ഇല്ല, നിൻ്റെ മരുന്നിനേക്കാൾ വലിയ മരുന്നും ഇല്ല എന്ന് വിശ്വസിച്ച് ഒരു 10 ദിവസം രാത്രി കിടക്കണതിന് മുമ്പ് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് കഴിക്കുമായിരുന്നു. അതിനുശേഷം എനിക്കും കൊച്ചിനും സ്ഥിരമായിട്ട് വന്നിരുന്ന പനിയും ജലദോഷവും ഒന്നും വന്നിട്ടില്ല. അതുകൂടാതെ എനിക്ക് ടോൺസിലസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഓരോ മാസവും 600-800 രൂപയുടെ ഹൈ ഡോസുള്ള മെഡിസിനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരുമായിരുന്നു. കാരണം തൊണ്ടയിൽ നിറച്ച് കുരുക്കൾ, വെള്ളം ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു 10 ദിവസം നിൻ്റെ ഉപ്പ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതും കഴിച്ചു. മറ്റേത് എനിക്ക് പനി വരുന്നതിന് മുമ്പ് ആദ്യം തൊണ്ടവേദനയും ടോൺസിലസ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ചെറിയൊരു പനി വന്നാൽ കൂടിയും തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് നേരെ വന്നിട്ടില്ല. ആ ടോൺസിലസ് പൂർണ്ണമായിട്ടും മാറിപ്പോയി. അതുപോലെ എനിക്ക് കൊതുക് കുത്തിയാൽ പോലും ശരീരത്തിൽ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിച്ച് നമ്മൾ മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ശരീരം മുഴുവനും തടിച്ച് വീർക്കുമായിരുന്നു. അതും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് മാറ്റിത്തരണേന്ന് പറഞ്ഞു. മാതാവിൻ്റെ വെഞ്ചിരിച്ച ഉപ്പ് എല്ലാവരും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത് വിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു. ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് മാതാവ് അത് മാറ്റിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് അത് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം മാതാവിനോട് പറഞ്ഞ ആ ദിവസം കഴിയുമ്പോഴേക്കും കറക്റ്റ് എനിക്ക് അസുഖം മാറിയിട്ടുണ്ടാവും. അതുപോലെ ഞാൻ ആ ഉപ്പെടുത്ത് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ശരീരത്തിൽ പുരട്ടി ഇന്നേ വരെ പിന്നെ എൻ്റെ ശരീരം തടിച്ച് വീർത്തിട്ടില്ല.
അതുപോലെ എനിക്കൊരു ജോലിയുടെ കാര്യം മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് കിട്ടണമെന്ന്. കാരണം അപ്പോൾ എൻ്റെ കൊച്ചിനെയും കൂടി നോക്കാം. അപ്പോൾ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ തന്നെ എനിക്ക് അക്കൗണ്ട്സിലേക്ക് കിട്ടി. അത് 4 റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ആ 4 റൗണ്ട് ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി. പക്ഷെ അത് എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും അല്ലാന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാനത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് കാശ് രൂപം തരും. കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയി എങ്കിലും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. ഫസ്റ്റ് റാങ്കോടുകൂടിയാണ് ഞാൻ പാസ്സായത്. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും എന്നെ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ 6 കൊന്തെത്തിക്കുന്നത് ഒരുമിച്ച്. അപ്പോൾ ഇവിടെ ഇരുന്ന് 6 കൊന്തെത്തിച്ചു. ഒരു കരുണക്കൊന്ത ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എത്തിച്ചു. അങ്ങനെ ഞാൻ അപ്പുറത്തെ മാതാവിൻ്റെ ഗ്രോട്ടോടെ അവിടെ പോയിരുന്ന് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവേ നീ എന്നെ, എനിക്ക് അതിന് മുമ്പ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവം ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ആണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. ഞാനൊരു ചെറിയ പദ്ധതി എൻ്റെ മനസ്സിൽ വിചാരിച്ചാലും അതിൻ്റെ 100 ഇരട്ടിയുള്ളൊരു പദ്ധതിയായിരിക്കും തമ്പുരാൻ എനിക്ക് നന്മയ്ക്കായിട്ട് വെച്ചേക്കണേ എന്നുള്ള 100% ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്തുകൊണ്ടാണ് ഇതിനേക്കാളും നല്ലൊരു ജോലി, കാരണം എൻ്റെ വീടിൻ്റെ 4 വീട് അപ്പുറമുള്ള സ്കൂളാണ്, എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും എനിക്ക് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി ഇനി എനിക്ക് കിട്ടാനില്ല, അപ്പോൾ നീ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകണേന്ന്. അപ്പോഴും മാതാവ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിശ്വസിച്ചു ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എനിക്ക് ആ ജോലി റെഡി ആയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ പ്രഭുവച്ചനെ കണ്ടു. പ്രഭുവച്ചനെ കണ്ടപ്പോൾ പ്രഭുവച്ചൻ പറഞ്ഞു നല്ലൊരു ജോലി കിട്ടുമെന്ന്. അങ്ങനെ അവിടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും വിളിക്കുന്നില്ല എന്നെ, സ്കൂളിൽ നിന്ന് വിളിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കന്ന് ഒരു കാര്യം ചെയ്യാം, മാതാവിനോട് ഉടമ്പടി വെച്ചതല്ലേ, മാതാവ് എന്തായാലും കൈവിടാണ്ടിരിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 4 സ്കൂളുകളിലും കൂടി ബയോഡാറ്റ കൊണ്ടുകൊടുത്തു. ബയോഡാറ്റ കൊണ്ടുകൊടുക്കുന്നതാണ്. അപ്പം ഞാൻ വെഞ്ചേരിച്ച ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചേരിച്ച ഉപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. വിശ്വാസത്തോടു കൂടി തന്നെ ഉപ്പ് ബയോഡാറ്റ കൊടുക്കുന്നതിനൊപ്പം അവിടെ 4 സ്ഥലത്ത് ഇട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 4 സ്കൂളുകളിൽ നിന്നും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഒരെണ്ണം കോളേജായിരുന്നു. അങ്ങനെ 4 സ്ഥലത്തുനിന്ന് വിളിച്ചു. അതിനകത്ത് ഒരു സ്ഥലത്ത് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. 10-30,000 രൂപയോളം സാലറി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ 4 സ്ഥലത്തുനിന്ന് വിളിച്ചെങ്കിലും 4 സ്ഥലത്ത് എനിക്ക് പോയി ഒരു ദിവസം എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടി. എന്നിട്ട് എനിക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാനും പറ്റി. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ്, ഞാൻ പിന്നീട് ദൈവത്തോട് എനിക്ക് എന്തേ ഇത്രയും അധികം സാലറി ഉള്ള സ്കൂളിൽ എനിക്ക് തരാത്തതെന്ന് ഞാൻ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തെളിവടക്കമാണ് കാണിച്ചത്. കാരണം ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം കുറച്ച് പ്രോബ്ലംസ് അവിടെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് പ്രോബ്ലം ആയേനെ. അപ്പോൾ അതുകൊണ്ട് മാതാവ് തെളിവടക്കം എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നു. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ എൻ്റെ സ്കൂളിൽ കൊച്ചിനെ ചേർത്താം. ഞാൻ പഴയ സ്കൂളിൽ ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വർഷം 70,000 രൂപയോളം കുട്ടിക്ക് ചിലവ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്കൂളിൽ ഞങ്ങൾക്ക് 16,000 രൂപ ആകെ കുട്ടിക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ മാതാവ് അത് കുറേ അനുഗ്രഹങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് തന്നു. അതുപോലെ ആൾ ഉടമ്പടി എടുത്ത കാരണം ഉടമ്പടി കാശ് രൂപ എപ്പോഴും ആളുടെ കഴുത്തിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഷോപ്പാണ്. അപ്പോൾ ഷോപ്പ് കഴിഞ്ഞ് ആളും ചേട്ടനും കൂടി മടങ്ങി വരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ അവിടെ ഉത്സവം കഴിഞ്ഞിട്ട് ആന വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന ഇവരുടെ അടുത്ത്, അപ്പോൾ വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ആന പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാപ്പാൻ ആനേനെ തല്ലിയ വഴിക്ക് ആന ഇടഞ്ഞോടി. ആ ഒരു സ്ഥലത്ത് ശരിക്കും ആനയുടെ തുമ്പിക്കൈ ഒന്ന് വീശിയിരുന്നെങ്കിൽ ഇവിടെ കുറേ പേര് ആ സമയത്ത് അവിടെ വെച്ച് തീരുമായിരുന്നു. കാരണം അത്രയും ഇതുള്ളൊരു വഴിയായിരുന്നു. പക്ഷേ ഇവരുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ആന അവിടെ ശാന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൂടെ മാതാവ് ആ കാശ് രൂപത്തിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ മാതാവിൻ്റെ ഒരു കാശ് രൂപത്തിൽ മാതാവിൻ്റെ അത്ര വലിയൊരു സാന്നിധ്യം ഉണ്ടെന്ന് മാതാവ് പല തവണ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ചുമരയിൽ ഒരു ആണി അടിക്കാൻ കയറി ടേബിളിൻ്റെ പുറത്ത് കയറി നിൽക്കുകയാണ്. അപ്പം ഞാൻ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഡ്രില്ലർ ഓൺ ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡ്രില്ലർ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡ്രില്ലർ എടുത്തു. പക്ഷേ ഡ്രില്ലർ നല്ല വെയിറ്റ് ആണല്ലോ. അപ്പം ഞാൻ ഡ്രില്ലർ എടുത്തെങ്കിലും ഞാനത് സ്വിച്ചുമ്മ പിടിച്ചിട്ടാണ് എടുത്തത്. എടുത്ത വഴിക്ക് അത് കറങ്ങി തിരിഞ്ഞ് നേരെ ആളുടെ പാദത്തിൻ്റെ അവിടേക്കാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു
പാദം കട്ടായി പോയിന്ന്. കാരണം അതുപോലെയാണ് അത് കറങ്ങി തിരിഞ്ഞ് ആളുടെ കാലിലോടേക്ക് വന്നത്. അപ്പോഴേക്കും എങ്ങനെയാണെന്നറിയുന്നില്ല, ആ ടേബിളിൽ ഉണ്ടായിരുന്ന തുണി എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, അത് മുഴുവനും ചുറ്റി പിടിച്ചു. അതവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ആ പാദം അവിടെ കട്ട് ചെയ്ത് വേണ്ടായിരുന്നു. അപ്പോൾ ഈ കാശ് രൂപത്തിൽ മാതാവ് ഉണ്ട് എന്നുള്ളത് 100% ഞങ്ങൾക്ക് പല തവണ ദൈവം കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ അതുപോലെ എപ്പോഴും ഉണ്ടാവും പുള്ളിയുടെ കഴുത്തിൽ, എപ്പോഴും ആ കാശ് രൂപം അവിടെ ഉണ്ടായിരിക്കും. ആളൊട്ടും മാറ്റാറില്ല, എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ എൻ്റെ പപ്പയുടെ തലയിൽ പപ്പ ഒരു ദിവസം പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയുടെ സംസാരം മുഴുവൻ കുഴഞ്ഞു പോയി, ചുണ്ട് കോടി പോയി. പപ്പ ഇങ്ങനെ താഴേക്ക് വീണു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയിൽ ചെറിയൊരു ട്യൂമർ വളരണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു. ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം പപ്പേരെ ശിരസിൽ തേച്ചു കൊടുത്തു. അതുപോലെ ഉപ്പും തേനും വെഞ്ചിരിച്ചതെല്ലാം നൽകി. ഒരാഴ്ച മുഴുവൻ അത് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആസ്റ്ററിൽ MRI സ്കാനിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൾക്ക് ഒരു കുഴപ്പമില്ല, ട്യൂമറിൻ്റെ ഒരു തരി പോലും തലയിലില്ല എന്നാണ്. ഒരാഴ്ചയ്ക്കുള്ളിലാണ് ദൈവം ഞങ്ങൾക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം തന്നത്. അതുപോലെ എൻ്റെ കൊച്ച്, അവളാണെങ്കിൽ പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കില്ലായിരുന്നു. LKGയിലാണെങ്കിൽ കൂടിയും ബേസാണ് കറക്റ്റാക്കി പോകേണ്ടതെന്നുള്ളതിൽ ഞാൻ എപ്പോഴും നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. 2-3 മണിക്കൂറൊക്കെ ഇരുത്തി അവളെ പഠിപ്പിച്ചാലും അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ നല്ല തല്ല് വെച്ചു, എപ്പോഴും നല്ല തല്ലായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡായാലും അമ്മയും ചേച്ചിമാരൊക്കെ പറയും, എന്തിനാ കുട്ടീനെ ഇങ്ങനെ തല്ലണേ എന്ന്. അപ്പം ഞാനാണെങ്കിൽ അവൾ പഠിക്കാത്ത കാരണമാണ് തല്ലണേ. പക്ഷെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചേച്ചി പറഞ്ഞു, കൊച്ചിനെ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ട് അവളോട് പറഞ്ഞു കൊടുത്തു, മോളെ നീയെ ഈ മാതാവിൻ്റെ കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീയെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടിരിക്കേ. മോൾക്ക് 4 വയസ്സായിട്ടുള്ളൂ, മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ അവൾ വന്നിരുന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് കിട്ടല്ലേ, എന്നെ പഠിപ്പിച്ച് തരണേന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഇന്നേ വരെ എനിക്ക് എൻ്റെ കൊച്ചിനെ തല്ലണ്ടി വന്നിട്ടില്ലേ. പിന്നെ ഇപ്പം എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളെക്കാളും കൂടുതൽ അവളാണ് ഓർത്ത് വയ്ക്കുക. അത്രയ്ക്കധികം ജ്ഞാനത്തെ കൊടുത്ത് മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ 15 വർഷമായിട്ട് എൻ്റെ മമ്മിയും അതുപോലെ പപ്പേരെ അമ്മയും അമ്മായിയമ്മയും മരുമോളുമായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ശേഷം ഞാൻ കണ്ടിട്ടില്ല അവർ ഇത്ര സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്താലും മാതാവ് ഉടമ്പടിയിലൂടെ നമ്മുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് വരാണെന്ന് മാതാവ് പിന്നെയും തെളിയിച്ചു തന്നു. ഞങ്ങൾ മാതാവിനോട് വയ്ക്കാത്തൊരു കാര്യമാണെങ്കിലും മാതാവ് കണ്ടറിഞ്ഞൊരു കുടുംബത്തിലൊരാളെപ്പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും, 2 കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും മാതാവ് ഇടപെട്ട് എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷമായിട്ട് പോണു. പിന്നെ അതുപോലെ ഞങ്ങൾ അതുപോലെ ഇപ്പോൾ ധാരാളം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഓർഫനേജിൽ പോകും. ഓർഫനേജിൽ പോയിട്ട് അവിടെ അപ്പാപ്പന്മാരുടെ ഓർഫനേജാണ്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ മുടി വെട്ടി കൊടുക്കുക, അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളെല്ലാം കഴുകി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തു വരും. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പോയപ്പോൾ അവിടുത്തെ ഒരു അപ്പാപ്പനെ കണ്ടു. ആ അപ്പച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് കണ്ണ് കാണില്ല, നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ അപ്പച്ചൻ എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, ഹൈ ഷുഗർ ഉണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ അത് കാരണം ഡോക്ടർമാരെ കഴിയൊഴിഞ്ഞതാണ്, എന്തായിരുന്നാലും ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ളത്. അങ്ങനെ അപ്പോൾ സിബിച്ചേട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം അപ്പച്ചൻ്റെ 2 കണ്ണിലും
ഊശിയിട്ട് പറഞ്ഞു അപ്പച്ചൻ്റെ ഓപ്പറേഷൻ നടക്കും, അപ്പന് കണ്ണ് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴാണ് അപ്പച്ചന് കണ്ണ് കാണാം. ഒരാൾ വന്നു സ്പോൺസർ ചെയ്തു. അപ്പച്ചന് ഒരു അസുഖങ്ങളും ഉണ്ടായില്ല. ഡോക്ടർ ചോദിച്ചു ഇതെല്ലാം ഇങ്ങനെയാണ് മാറിയെന്ന്. അതായത് ഹൈ ഷുഗറും പ്രഷറും എല്ലാം ഉണ്ടായിരുന്ന ആൾ, ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്ന ആളുടെ എല്ലാ അസുഖങ്ങളും മാതാവ് എടുത്ത് മാറ്റി. അപ്പച്ചന് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അപ്പച്ചന് കാഴ്ച തിരിച്ചു കിട്ടി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഉണ്ണിക്ക് 3 വയസ്സായിട്ടുള്ളൂ. ആ ഉണ്ണിക്ക് ശ്വാസം മുട്ടായിരുന്നു. ആ ഉണ്ണി കുഞ്ഞാണ്. അപ്പോൾ ഇത് കിടന്ന് ശ്വാസം മുട്ട് വലിക്കാനാകുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും പ്രാർത്ഥിച്ചോളൂ എന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ ആഴ്ചയിൽ പോകും. അപ്പോൾ അവിടെ ചെന്ന് 3 ആഴ്ച പോയി 3 ആഴ്ചയും ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ്. ചൊല്ലി 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അമ്മ പറഞ്ഞു ആ കുട്ടീനെ ഒരാളുടെ കൂടി പോലും കളിക്കാൻ പുറത്ത് വിടില്ല, കാരണം കൊച്ചിന് പെട്ടെന്ന് വയ്യാണ്ടാവും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ ഈ വെഞ്ചിരിച്ച ഉപ്പ് എല്ലാ ദിവസവും രാത്രി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മറന്നു പോയാലും 3 വയസ്സായിട്ടുള്ള ആ കുഞ്ഞ് അവൾ ചോദിക്കും അമ്മേ എനിക്ക് ഇന്ന് മാതാവിൻ്റെ ഉപ്പ് തന്നില്ല, എനിക്ക് മാതാവിൻ്റെ ഉപ്പ് വേണമെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ചോദിച്ച് മേടിച്ച് കഴിക്കുമായിരുന്നു എന്നാണ് പറയണേ. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ട് മാതാവ്, ആ 3 വയസ്സായ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ട് മാതാവ് എടുത്തു മാറ്റി. അതുപോലെ ഞങ്ങളറിയുന്ന ഒരു ചേച്ചി ഞങ്ങളോട് ഇതുപോലെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു മോളെ എനിക്ക് നിങ്ങൾ പേപ്പർ തരുമോ, കൃപാസനത്തിലൊരു പേപ്പർ തരുമോ ഒന്ന് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ച് മേടിക്കുകയാണ് ചെയ്തത് ആ ചേച്ചി. അങ്ങനെ ആ ചേച്ചി അത് മേടിച്ചു. 1 മാസത്തോളം പ്രാർത്ഥിച്ചു. കാരണം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഭയങ്കര ചീത്ത കൂട്ടുകെട്ടും അതുപോലെ പുകവലിയും അങ്ങനത്തതൊക്കെ ആയിരുന്നു. അങ്ങനെ 1 മാസം ആ ചേച്ചി അതൊക്കെ വായിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുടുംബം സന്തോഷത്തിൽ പോണു. ആ ചേട്ടനും ചേച്ചിയും ആ ചേട്ടൻ്റെ എല്ലാ ദുശീലങ്ങളും മാറി അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് വിളിച്ചേക്കായിരുന്നു ആ ചേച്ചി. പിന്നെ ഫേസ്ബുക്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഇടുമായിരുന്നു. സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ കുറേ ഫ്രണ്ട്സ് അതിനകത്ത് നിന്നും ഇറങ്ങിപ്പോയി. റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫ്രണ്ട്സ് എല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾ ഇങ്ങനെ വെറുതെ മാതാവിനോട് ചോദിച്ചു എന്ന് പറയണ മാതാവേ നിന്നെ ഞങ്ങൾ പ്രകീർത്തിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ നിന്ന് ഇറങ്ങിപ്പോവാണോ എന്ന് ഒറ്റ വാക്കേ മാതാവിനോട് വെറുതെ ഒരു ഇതിൽ ചോദിച്ചുള്ളൂ. പക്ഷേ മാതാവ് ഒരു നിസ്സാര കാര്യത്തിൽ പോലും വിശ്വസ്തയാണ് എന്നുള്ളത് പിന്നെയും തെളിയിച്ചു തന്നു. പിറ്റേ ദിവസം മുതൽ ഞങ്ങളെ കാണിച്ചു ഞങ്ങൾ പറയും നുണയാണ് എന്ന്. പിറ്റേ ദിവസം മുതൽ ഒരു 50-70 റിക്വസ്റ്റുകൾ ഒരു ദിവസം വരുമായിരുന്നു ആൾക്ക്. ഇതിൻ്റെ റിക്വസ്റ്റ് വരുന്നതിൻ്റെ അല്ല, പക്ഷെ ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും മാതാവ് അത്രയും നമ്മൾ വിശ്വാസക്കുറവ് കാണിക്കണ്ട എന്നുള്ള പേരിൽ മാതാവ് നമ്മളെ താങ്ങി നിർത്തുന്നതായിരുന്നു അത്. ഇപ്പോൾ ആളുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ ഇടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹങ്ങൾ മാതാവ് തന്നത് കാരണം ഗുരുവായൂരിന്നും അതുപോലെ തന്നെ വലപ്പാടുന്നും വണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ധാരാളം ആളുകളെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കൃപാസനത്തിലേക്ക്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ഒരാഴ്ചകളിലായിട്ട് ഇന്ന ദിവസം വെച്ചിട്ട് ധാരാളം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനിടയിൽ ഒരു പ്രാവശ്യം ഒരു ഹിന്ദുസ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ മരിക്കാൻ പോവാണ്, ഞങ്ങളെപ്പോൾ തന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു വണ്ടിയിൽ ആരും ആയിട്ടില്ല, എങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ നാളെ ജപ്തി ചെയ്യും വീട്, ഞങ്ങൾ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു അവർ. എന്നിട്ട് പിന്നെ ഒരു കാര്യം ചോദിച്ചു ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം പലരുടെയും വിചാരം ഈ കൃപാസനത്തിൽ നിന്നാണ് പൈസ കൊടുത്തിട്ടാണ് അവർ രക്ഷപ്പെടുന്നതെന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞു കൊടുത്തു ചേച്ചി നമ്മളാരും പൈസ കൊടുത്തിട്ടല്ല രക്ഷപ്പെടുത്തുന്നത്, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ വിചാരിച്ചാൽ എന്തോ ഈ ലോകത്ത് സംഭവിക്കാന്നുള്ളത് അത് നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കടബാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ 2-3 ദിവസമായിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആളുകൾ കടക്കാർ മുഴുവനും വീടിൻ്റെ ചുറ്റും കൂടി പിറ്റേ ദിവസമാണ് ജപ്തി ചെയ്യും വീട്. അങ്ങനെ അപ്പോൾ അന്ന് രാവിലെ തന്നെ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ സിബിചേട്ടൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ അവരെ കൊണ്ടുപോകാം, പക്ഷെ വണ്ടിയിൽ ആരും ആയിട്ടില്ല, 9,000 രൂപ വരും, ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ അപ്പോൾ പക്ഷേ മാതാവിൻ്റെ തീരുമാനം അവരിവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവ്
ആ രാത്രി 16 പേരോളം അന്ന് വിളിച്ചു ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആ വണ്ടി റെഡിയാക്കി അവരവിടെ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ അതിൻ്റെ ഇടയിൽ അവർ ഉടമ്പടി ഹിന്ദുസാണ്, അവർ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവർ 2 നിയോഗമാണ് വെച്ചിരുന്നത്. അവർക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്ന്. ഒരു വക്കീൽ വിളിക്കുകയാണ് എൻ്റെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ആ ചേച്ചിക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടി. അതുപോലെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനും ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ അവരുടെ ജപ്തിയും ഒഴിവായി എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ദൈവമാതാവിന് നന്ദി പറഞ്ഞാലും തീരില്ല. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും തമ്പുരാൻ കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ യേശുവയ്ക്കും മാതാവിന് 1000 നന്ദി. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. തിരുവചനം പറയുന്നത് പോലെ ഉടമ്പടിയെടുത്ത് 2 മാസം ആ ഉടമ്പടിയിൽ കാര്യമായ യാതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് വെറും പ്രാർത്ഥന മാത്രമാക്കി ഇവർ പോവുകയാണ്. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഒരു ഫലവും ഇവർക്ക് ലഭിക്കുന്നില്ല. ഉടനടി അനുഗ്രഹം അവകാശമാക്കുന്നതാണ് ഉടമ്പടി. പക്ഷേ ഇവർക്കൊന്നും നടക്കാതെ വരുമ്പോൾ പിന്നീട് ഇവർ തന്നെ ഒരു പുനർവിചിന്തനം നടത്തുമ്പോഴാണ് തങ്ങൾ പ്രാർത്ഥന മാത്രമാണ് ചെയ്യുക, തങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നത് മനസ്സിലാകുന്നത്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. ഉടമ്പടി പ്രാർത്ഥന അതൊരു 20% മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള തീഷ്ണതയോടെയുള്ള ഒരു പുറപ്പാടാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഇറങ്ങി പുറപ്പെടണം. അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ ഫലങ്ങൾ കൊയ്യുവാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയുള്ള ഫലങ്ങളുടെ കൊയ്ത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. ഈ മകളുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ രോഗസൗഖ്യം, ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നവർ, അതുപോലെ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നത്, പിന്നീട് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈലം, നേർച്ച വസ്തുക്കൾ മൂലം ഇവർക്കും ഇവരുടെ സമീപത്ത് ആരൊക്കെ വരുന്നുവോ, ഇവരാരെയൊക്കെ ശുശ്രൂഷിക്കുവാൻ പോകുന്നുവോ അവർക്കൊക്കെ കിട്ടുന്ന സൗഖ്യം, ഇതൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഒത്തിരിയേറെ കൃപകൾ, അതുപോലെ ഇവർ ഇങ്ങോട്ട് വ്യക്തികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും ഒക്കെ ആയിട്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ, വയസ്സായ രോഗികളുടെ അടുത്തൊക്കെ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ 2 ആഴ്ചയിലെ കുമ്പസാരം, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, തിരുവചന വായന, ഇങ്ങനെയൊക്കെ ആയിട്ട് വ്യക്തികൾ അവരെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന കൃപകളുടെ നീണ്ട നിരകളാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും. നമുക്ക് നമ്മെയും ഈ അൾത്താരയിൽ നിർത്തി സാക്ഷികളാക്കാൻ, സാക്ഷ്യം പറയാൻ നമ്മെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.